വെൽക്കം ടു അവർ ചാനൽ ഹിന്ദി എജുലേണിൻ്റെ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് 9th സ്റ്റാൻഡേർഡിൻ്റെ ഹിന്ദി മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ആനുവൽ പരീക്ഷയ്ക്ക് ആവശ്യമായ ഒരു മാതൃകാ ചോദ്യപേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് ചാപ്റ്റർ മുതൽ മുഴുവൻ പാഠങ്ങളും ഭംഗിയായിട്ട് പഠിക്കുക. എന്നിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഉത്തരങ്ങളൊക്കെ കിട്ടുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, രാജ ഔർ വിദ്രോഹി എന്ന നാടകത്തിൻ്റെ ഭാഗം തന്നിട്ടുണ്ട്. 1 മുതൽ 3 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഇവ നോക്കി ഉത്തരം എഴുതുക എന്നുള്ളതാണ്. അപ്പം പാരഗ്രാഫുകൾ ഇങ്ങനെയൊക്കെ തരുമ്പോൾ നിങ്ങളത് വായിച്ച് നന്നായിട്ട് നോക്കണം. എന്നിട്ട് താഴെയുള്ള ചോദ്യങ്ങൾക്ക് അതിനനുസൃതമായിട്ട് ഉത്തരങ്ങൾ നൽകണം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇവിടെ കൊടുത്തിരിക്കുന്നത് സർവനാം കെ സാത്ത് ലഗാ പർസർഗ് കോൺസാ ഹെ. ഈ സർവനാമത്തിനോടൊപ്പം വരുന്ന പർസർഗം ഇവയിൽ ഏതാണ് എന്നാണ്. സർവനാമത്തെക്കുറിച്ചുള്ള വീഡിയോ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ. തും പ്ലസ് ഡാഷ് ഇസ് ഈക്വൽ ടു തുമാര. തുമാര എന്ന് വരണമെങ്കിൽ തും എന്നതിൻ്റെ കൂടെ ഏതൊരു പർസർഗമാണ് ചേരുക എന്നുള്ളതാണ്. ഓപ്ഷൻസിൽ ക, കെ, കി ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ ഒരു ട്രിക്ക് ഉപയോഗിച്ചാൽ മതി. തുമാര ആ എന്ന സ്വരത്തിൽ വന്നതുകൊണ്ട് തും പ്ലസ് ക ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഫസ്റ്റ് ഓപ്ഷൻ ആണ് ശരി. ഇനി ഒരു പക്ഷേ നിങ്ങളുടെ ക്വസ്റ്റ്യൻ തുമാരേ എന്നാണെങ്കിലോ തും പ്ലസ് കെ ആയിരിക്കും തുമാരേ. തുമാരി എന്നാണെങ്കിലോ തും പ്ലസ് കി എന്നായിരിക്കും. അപ്പം ര, രേ,രിയിൽ അവസാനിച്ചാൽ ക, കെ, കി ആണ് ഉത്തരമായി വരിക എന്നുള്ള കാര്യം ഓർക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആജ് മേരെ പാസ് കോയി അധികാർ നഹി ഹെ മഹാരാജ്, യഹ് കിസ്നെ കിസ്സെ കഹ. ഈ തന്നിരിക്കുന്ന സെൻറ്റൻസ് ആര് ആരോട് പറഞ്ഞു എന്നുള്ളതാണ്. കിസ്നെ എന്ന് വെച്ചാൽ ആര്, കിസ്സെ എന്ന് പറഞ്ഞാൽ ആരോട്. സെൻറ്റൻസ് ആര് പറഞ്ഞതാണ്? എൻ്റെ അടുത്ത് ഇതിനുള്ള അധികാരമില്ല മഹാരാജ് എന്ന് പറഞ്ഞത്. ആ പാരഗ്രാഫ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ആരാണ്? സേനാപതി പറഞ്ഞതാണല്ലേ. സേനാപതിയാണ് പറഞ്ഞിട്ടുള്ളത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ജനതാ കി ഭീഡ് മേ മിൽ ജാന ഇസ്കാ മത്ലബ് ക്യാ ഹേ. ജനങ്ങളോടൊപ്പം ചേരുക, ജനക്കൂട്ടത്തിലേക്ക് ചേരുക എന്ന് പറഞ്ഞ ഇതിൻ്റെ അർത്ഥം എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ്? നീതിയുടെ ഭാഗത്തേക്ക് ചേരുക അല്ലെങ്കിൽ ന്യായത്തിൻ്റെ പക്ഷത്ത് നിലകൊള്ളുക എന്നുള്ള ഉത്തരമാണ് നമ്മൾ എഴുതേണ്ടത്. ഇതേ മോഡലിലൊക്കെ വരുമ്പോൾ പാഠഭാഗം ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഉത്തരങ്ങളൊക്കെ നിങ്ങൾക്ക് എഴുതാൻ സാധിക്കും. അടുത്തത് വേറൊരു ചാപ്റ്ററിൽ നിന്ന് നമുക്ക് നോക്കാം. കബുതക് എന്ന് പറയുന്ന കവിതയുടെ ഭാഗം തന്നിട്ടുണ്ട്. അതുപയോഗിച്ചുകൊണ്ട് താഴെ ചോദ്യങ്ങളുണ്ട്. ഫസ്റ്റ് ചോദ്യം എന്താണെന്ന് നോക്കാം. ആത്മസമ്മാൻ കാ മത്ലബ് ക്യാ ഹേ. എന്താണ് ആത്മസമ്മാൻ എന്നതിൻ്റെ അർത്ഥം? ഫസ്റ്റ് ഓപ്ഷൻ സ്വാഭിമാനാണ് ഉത്തരമായിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആശയ് വാലി പങ്ക്തിയാൻ ചുൻകർ ലിഖേ. അപ്പോൾ ഇതുപോലൊരു ക്വസ്റ്റ്യൻ ഏതെങ്കിലും കവിതാഭാഗം തന്നിട്ട് തരും. ആശയം താഴെ തരും, ആ വരി നിങ്ങൾ കണ്ടുപിടിക്കണം. ഇവിടെ ഇപ്പോൾ അബ് കോയി അപ്നാ ഖാന ബി കിസി കോ നഹീ ദേനാ ചാഹതാ ഹേ, കിസി കോ ധാപ്പട് മാർനെ കെ ലിയെ അപ്നാ ഖാൽ ഭി നഹീ ദേതാ. ഈ ആശയം വരുന്ന വരി എവിടെയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് തന്നിരിക്കുന്ന വരികളിൽ ഈ വാക്കുകളിൽ വരുന്ന ഭാഗങ്ങളുണ്ടോ നോക്കിയാൽ മതി. ഇപ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. നഹീ ദേത്ത അബ് കോയി സെക്കൻഡ് ലൈൻ തുടങ്ങി അപ്പിനെ സർപ്പർ ജൂത്തി എന്ന് പറയുന്ന അവിടം വരെയും ഈ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് നമുക്ക് എഴുതാൻ കഴിയും. അപ്പോൾ ഇതേ മോഡലിൽ ക്വസ്റ്റ്യൻ വന്നേക്കാം. സിക്സ്ത് ക്വസ്റ്റ്യൻ, കവി ഔർ കവിത കാ പരിചയ് ദേത്തെ ഹുയെ കവിതാംശ കാ ആശയ ലിഖേ. ഇങ്ങനെയും ക്വസ്റ്റ്യൻ വരും. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കവിതയുടെ ഭാഗം തന്നിട്ട് അതിൻ്റെ ആശയം എഴുതാൻ പറയും. അപ്പോൾ കവിയെയും കവിതയെയും പരിചയപ്പെടുത്തിക്കൊണ്ട് വേണം നിങ്ങൾ ഈ കവിതയുടെ ആശയം എഴുതാൻ. കവിതയുടെ പേരെന്താണെന്നും ആരാണ് ആ കവിത എഴുതിയിരിക്കുന്നതെന്നും എന്താണ് ആ വരികളിലൂടെ പറഞ്ഞിരിക്കുന്നതെന്നും ഗദ്യരൂപത്തിൽ നിങ്ങൾ എഴുതുക. നെക്സ്റ്റ് നമുക്ക് വേറൊരു ചാപ്റ്ററിൽ നിന്ന് നോക്കാം. ബോൺസായി എന്ന കവിതയുടെ ഭാഗം തന്നിട്ടുണ്ട്. താഴെ 4 സഹി പ്രസ്താവ് ചുൻകർ ലിഖേ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും 4 ശരിയുത്തരം. അപ്പോൾ നിങ്ങൾ നോക്കണം. 4 സഹി പ്രസ്താവ് എന്ന് പറഞ്ഞാൽ 4 ശരിയുത്തരം. 5 സഹി എന്നാണെങ്കിൽ 5. അങ്ങനെ അത് നോക്കിയിട്ട് ഉത്തരം എഴുതാൻ സൈഡിൽ മാർക്കും കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ ഇപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? 4 ശരിയുത്തരം കണ്ടുപിടിച്ചെഴുതുക. ഒരു 5-6ഓളം സെൻറ്റൻസുകൾ തന്നിട്ടുണ്ട്. ഇവയിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത് നോക്കുക. പാഠഭാഗങ്ങൾ ശരിക്കും ശ്രദ്ധിച്ച് പഠിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ഉത്തരം കണ്ടുപിടിക്കാൻ കഴിയും. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇതിൽ ഫസ്റ്റത്തത് ശരിയല്ല. മാലിക്കിനെ ബോൺസായി മേ ഫൽ ഫൂൽ ലഗ്നെ പർ ഉസേ പ്യാർ സെ അപ്നാ ലിയ. തോട്ടക്കാരൻ ബോൺസായിൽ പഴങ്ങളും പൂക്കളും ഉണ്ടായപ്പോൾ സ്നേഹത്തോടെ സ്വീകരിച്ചു. അത് ശരിയാണോ? അല്ലല്ലോ. അപ്പോൾ ഇവിടുത്തെ തെറ്റായിട്ടുള്ളത് 1ഉം അതുപോലെ തന്നെ 5ഉമാണ്. ഘൂരേപ്പർ ബോൺസായിക്ക് ജഡേ നഹി ഫൈലി. ആ വേസ്റ്റിലേക്ക് വലിച്ചെറിഞ്ഞപ്പോൾ ബോൺസായി അവിടെ വേര് പിടിച്ചില്ല എന്ന്. പക്ഷെ വേര് പിടിച്ചു എന്നാണ് കവിതയിൽ പറയുന്നതല്ലേ. അപ്പോൾ 2, 3,
4, 6 ആണ്. അങ്ങനെ 4 എണ്ണമാണ് ഇവിടെ ശരിയായിട്ടുള്ളത്. അപ്പോൾ ഇതേപോലെ വരുമ്പോൾ കൃത്യമായി വായിച്ച് നോക്കിയിട്ട് ഉത്തരം കണ്ടുപിടിക്കുക. നെക്സ്റ്റ് സഹി മിലാൻ കരെ. മാച്ച് ദി ഫോളോയിങ്, ചേരുംപടി ചേർക്കുക. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴും പാഠഭാഗം നന്നായിട്ട് അറിയാമെങ്കിൽ നമുക്ക് ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റും. ഇവിടെ പ്രതീകങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. ബോൺസായി എന്തിൻ്റെ പ്രതീകമാണ്, ആങ്കൻ എന്തിൻ്റെ പ്രതീകമാണ്, ജഡ് എന്തിൻ്റെ പ്രതീകമാണ്, ഫൽ ഫൂൽ എന്തിൻ്റെ പ്രതീകമാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവയ്ക്ക് അനുയോജ്യമായത് നമ്മൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ കഴിയും? ബോൺസായിക്ക് ചേരുന്നത് ഇവിടെ എന്താണ്? തേർഡ് ഓപ്ഷൻ, സ്വതന്ത്ര സ്ത്രീ അല്ലേ, സ്വാതന്ത്ര്യമില്ലാത്ത ഒരു സ്ത്രീ, അതാണ് നമുക്ക് ബോൺസായിയെ പ്രതിനിധാനം ചെയ്യാൻ പറ്റുന്നത്. ആങ്കൻ എന്ന് പറയുന്നത് എന്താണ്? സഹജ് വാതാവരണമാണ്. ഫസ്റ്റ് ഓപ്ഷനാണ് ആങ്കന് ചേരുന്നത്. ജഡ് എന്ന് പറഞ്ഞാലോ വേരെന്താ, അതിൻ്റെ നിലനിൽപ്പാണ് അല്ലേ, ലാസ്റ്റ് ഓപ്ഷൻ അസ്തിത്വം. ഫൽ ഫൂൽ എന്താണ്? കാമയാബിയാണ്. ഇനി 9th ക്വസ്റ്റ്യൻ, വാക്യ പിരമിഡ് പൂർത്തീകരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതേപോലെ മോഡലിൽ നമുക്ക് ഉണ്ടാകും. 2 ഓപ്ഷൻസ് നിങ്ങൾക്ക് തരും, 2 സെൻറ്റൻസ് തന്നിട്ടുണ്ടാവും. 3ഉം 4ഉം വരി നിങ്ങൾ എഴുതേണ്ടതാണ്. ഓരോ വാക്കുകൾ കൂടി വലിയ വലിയ സെൻറ്റൻസ് ആക്കി മാറ്റുക എന്നുള്ളതാണ്. ലഗാദിയ എന്ന് കൊടുത്തിട്ടുണ്ട്, മുജെ ലഗാദിയ എന്നാക്കി 2ാമത്തെ സെൻറ്റൻസ്. അങ്ങനെ വരുമ്പോൾ 3ാമത്തെ സെൻറ്റൻസ് നമുക്ക് എന്തെഴുതാം? മുജെ ഗമലേമേ ലഗാദിയ എന്ന് കൊടുക്കാം. 4th സെൻറ്റൻസിലാണെങ്കിൽ മുജെ സുന്ദർ ഗമലേമേ ലഗാദിയ എന്ന് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ അർത്ഥമുള്ള സെൻറ്റൻസുകളാക്കി നിങ്ങൾ തന്നിരിക്കുന്ന ഓപ്ഷൻ ഉപയോഗിച്ച് എഴുതുക എന്നുള്ളതാണ്. 10ാമത്തെ ക്വസ്റ്റ്യൻ, മുജ്മേ ലഗേ ഫൽ ഫൂൽ നേ തുമേ ഫിർ ഡരായ ഇസ്സെ ആപ്കോ ക്യാ ആശയ മിൽത്താ ഹേ. എന്നിൽ പൂക്കളും പഴങ്ങളും വന്നപ്പോൾ നിങ്ങൾ ഭയപ്പെട്ടു, ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ആശയമാണ് ലഭിച്ചത്? അല്ലേ, നമ്മുടെ ബോൺസായി എന്ന് പറയുന്ന കവിതയിൽ ഡിസ്കസ് ചെയ്തത്. ഇങ്ങനെയുള്ള 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നിങ്ങൾ സെൻറ്റൻസ് ആക്കി ഉത്തരം എഴുതിയിട്ടുണ്ടാവണം. നെക്സ്റ്റ്, രാജ അവർ വിദ്രോഹി എന്ന് പറയുന്ന പാഠഭാഗത്തെ ആസ്പദമാക്കിയിട്ട് ഒരു ഭാഗം തന്നിട്ടുണ്ട്. അതുപയോഗിച്ചുകൊണ്ട് താഴെയുള്ള ചോദ്യത്തിന് ഉത്തരം എഴുതുക. എന്താണ് ചോദ്യം എന്ന് നമുക്ക് നോക്കാം. രാജാവ് തൻ്റെ തെറ്റ് മനസ്സിലാക്കിയിട്ട് രാജാവും ജനങ്ങളും തമ്മിലുള്ള ആ ഒരു സമയത്തെ കോൺവെർസേഷനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ മേ വിദാ ദേത്താഹും സാത്തിയോ, ഞാൻ വിട വാങ്ങുന്നു കൂട്ടുകാരെ എന്നൊക്കെ പറഞ്ഞ് രാജാവ് പോകുന്ന ആ ഭാഗം, അതിനെക്കുറിച്ച് ജനങ്ങൾ എന്തായിരിക്കും പിന്നെ സംസാരിച്ചിട്ടുണ്ടാവുക എന്നുള്ള ഒരു കോൺവെർസേഷൻ്റെ ക്വസ്റ്റ്യൻ മോഡലാണ് നമ്മളിവിടെ കണ്ടത്. അപ്പോൾ ഇതേപോലെ എല്ലാ പാഠഭാഗവും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവണം. ഇവിടെ ഇപ്പോൾ നമ്മൾ 1-2 ചാപ്റ്റർ മാത്രമേ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. പക്ഷേ എല്ലാ പാഠഭാഗത്തിൽ നിന്നും ഇതേപോലെ കോൺവെർസേഷനായിട്ടും അതുപോലെ തന്നെ ഡയറി ആയിട്ടും ടിപ്പണിയായിട്ടും കവിതയുടെ ആശയങ്ങളായിട്ടും വാക്യ പിരമിഡ്, ഗ്രാമറും ഒക്കെ ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പോൾ ഇതേപോലെ വീണ്ടും വേറെയും പാഠഭാഗങ്ങളുടെ ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഇനി അടുത്ത ഇയറിലേക്ക് ടെക്സ്റ്റ് ബുക്ക് മാറുകയാണ്. അപ്പോഴൊക്കെ നമ്മൾ അതിൻ്റേതായ വീഡിയോകളൊക്കെ ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായാൽ നിങ്ങളുടെ കൂട്ടുകാർക്കും മറ്റും ഷെയർ ചെയ്യുക. താങ്ക് യു.